ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഫീൽ ഗുഡ് ക്രൈം ത്രില്ലർ പടത്തിനെ കുറിച്ചാണ്. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ്. പടം തുടങ്ങുന്ന ഒരു ട്രാൻസ് ചേച്ചി ഒരു ഫ്രീക്ക് ചേച്ചിനെ പ്രൊപ്പോസ് ചെയ്യുന്ന കാട്ടിട്ടാണ്. എങ്ങോട്ടാണ് നാടിന്റെ പോക്ക്? ഫ്രീക്ക് ചേച്ചി എന്നിട്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാക്കും. അപ്പം മറ്റേ ചേച്ചിക്ക് ദേഷ്യം കയറിയിട്ട് മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കും. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അപ്പൊ എന്നെ നമ്മുടെ ഫ്രീക്ക് ചേച്ചി തൂങ്ങും. ആ കാര്യം പോലീസുകാരോട് ഫ്രീക്ക് ചേച്ചിയുടെ കൂട്ടുകാരികൾ പറയും. അങ്ങനെ മറ്റവള് അറസ്റ്റിലാവും. ക്രിമിനൽ മൈൻഡടാ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഫ്രീക്ക് ചേച്ചിയുടെ കൂട്ടുകാരികൾ ഒരു ഗീവ് അവേയിൽ ജയിച്ചിട്ട് ഒരു ട്രിപ്പ് പോകാനായിട്ട് തീരുമാനിക്കും. പിന്നെ ഈ ബസ്സിൽ കോഴിത്തരം കാണിക്കാനായിട്ട് ഒരു കണ്ണാപ്പി ഉണ്ട്. കണ്ണാപ്പിയില്ലേ? എന്തിനാടി എന്നെ കളിയാക്കണേ? പൊന്നളിയാ, നാട്ടില് കൊണ്ടും കൊടുത്തും എടുത്തും പെടുത്തും നടന്നവനാടാ ഞാൻ. ചീക്രട്ടെണ്ണനല്ലേ വിളിച്ച്. പിന്നെ ഒരു ട്രാവൽ ചെയ്തിട്ട് സ്പോട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഗൈഡായിട്ട് ഒരു ഫ്രീക്കും മച്ചാൻ വരും. ഇങ്ങേര് ചാർലിയിലെ ലുക്ക് പിടിക്കാൻ നോക്കിയതാ, പക്ഷെ ചെയ്തു വന്നപ്പോ ഒരു ചാപ്രി ലുക്കായിരുന്നു മാത്രം. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. പിന്നെ ഫ്രീക്ക് മച്ചാൻ അട്ടപ്പാടിയിലുള്ള ഓരോ ടൂറിസ്റ്റ് പ്ലേസും ഒരു കാട്ടി കൊടുക്കും. പിന്നെ അങ്ങോട്ട് ഈ സിനിമ ഒരു അട്ടപ്പാടി പ്രൊമോഷനാണ് ഗൈസ്. ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോകാനുള്ള സ്ഥലമല്ല, അതനുഭവിച്ചറിയാനുള്ളത്. ഓട്ടത് നന്നായില്ലേ? ഭയങ്കര തണുപ്പ്. ഇത് അട്ടപ്പാടിയല്ലേ? ഇവിടെ ഒന്നും ഇങ്ങനെ. ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ എന്ത് പറഞ്ഞാലും ഫിലോസഫിക്കലായിട്ടേ പറയുള്ളൂ. ഇവിടെ ഔപചാരികതയുടെ അതിർവരമ്പുകളില്ല, വാക്കുകളാലോ വർണ്ണിക്കാം. ഫിലിപ്പിന്റെ പാറി. പിന്നെ അന്ന് ഫ്രീക്ക് ചേച്ചീനെ പ്രൊപ്പോസ് ചെയ്ത ചേച്ചി ഈ ക്യാമ്പിക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂട്ടിയിട്ട് നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ഏതോ ഒരു പട്ടിക്കാട്ടിക്ക് പോയിട്ട് അവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് അങ്ങ് എടുത്തു കൊടുക്കും. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. അതുകൊണ്ട് ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. നിങ്ങൾ ചോദിക്കും ഒരു ട്രിപ്പിന് വന്നതാണോ അതോ വല്ല ധ്യാനം കൂടാൻ പോയതാണോന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതേപോലെയൊക്കെ തന്നെ നമ്മുടെ ജീവിതം. സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നടിയാൻ ഒരു നിമിഷം മതി. അല്ല, മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ദുരന്തം പറിച്ചിലായ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ രാത്രിയാകുമ്പോ ഒരു നൈറ്റ് ഡ്രൈവിന് പോവാന്ന് പറയും. പിന്നെ ഇവര് നല്ല നീല വെളിച്ചമുള്ള രാത്രിയിൽ റൈഡിന് പോവും. എന്താ ഇത്ര നീല വെളിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പകലെ ഷൂട്ട് ചെയ്താ, എന്നിട്ട് ഫിൽറ്റർ ഇട്ടതാ. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ട് മറ്റേ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് വണ്ടി തള്ളിക്കും. എന്നിട്ട് അവിടുന്ന് പോവും. പിന്നെ ഒരു ട്വിസ്റ്റാണ് ഗൈസ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്ക് ചേച്ചി തൂങ്ങി ചത്തതല്ല, ഫ്രീക്ക് മച്ചാൻ കൊന്നതാ. ഫ്രീക്ക് മച്ചാനാണ് ഫ്രീക്ക് ചേച്ചിയുടെ ബോയ് ഫ്രണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ ഫ്രീക്ക് മച്ചാൻ എന്തിനാ അവളെ കൊന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഫോൺ വിളിക്കുമ്പോൾ അവളെ എടുത്തില്ല. എന്നിട്ട് ആ കോള് മറ്റവളെ എടുത്തിട്ട് ഞങ്ങൾ ലവിലാണ്, നീ പൊക്കോളാൻ പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഫ്രീക്ക് മച്ചാന് ദേഷ്യം കയറിയിട്ട് ഗ്ലൂക്കോസ് പൊടി മണപ്പിച്ചിട്ട് ഹൈ ആയിട്ട് അവളെ കൊല്ലാനായിട്ട് പോവും. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ഒളിച്ചിരുന്നിട്ട് ആ 3 സിംഗപ്പെണ്ണുങ്ങളെയും കൊല്ലാനായിട്ട് നോക്കും. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ കയറ് കെട്ടിയിട്ട് ഒരു സിംഗപ്പെണ്ണിനെ വലിച്ചിട്ട് കൊല്ലാനായിട്ട് നോക്കും. എന്നിട്ട് അവള് നമ്മുടെ ഫ്രീക്ക് മച്ചാനെ കാണും. പക്ഷെ ഇരുട്ടായതുകൊണ്ട് ക്ലിയർ ആയിട്ട് കണ്ടില്ല പോലും. ഇജാതി നീല വെളിച്ചും പിന്നെ തലയിൽ ടോർച്ചുണ്ടായിട്ട് അവന്റെ മുഖം കണ്ടില്ല പോലും. പിന്നെ പടം തീരാറാവുമ്പോ ഫ്രീക്ക് മച്ചാനെ ഇതിലെ വില്ലനെന്ന് ഇവർക്ക് മനസ്സിലാവും. എന്നിട്ട് ഇവര് പേപ്പട്ടി തല്ല് കൂടണമാതിരി തല്ല് കൂടും നമ്മുടെ ഫ്രീക്ക് മച്ചാനായിട്ട്. പിന്നെ 3 സിംഗപ്പെണ്ണുങ്ങളും കൂടിയിട്ട് നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ഇടിച്ചു കൂട്ടിയിട്ട് കൊല്ലും. അങ്ങനെ പടം കഴിഞ്ഞല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോ ആ ചത്തവന്റെ കൈ ഉണ്ടല്ലോ, കൈ വരലനങ്ങണ്. സെക്കൻഡ് പാട്ടുണ്ട്. വേണ്ട കണ്ടാത്തോണ്ട